ഈശോ മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരീ സഹോദരങ്ങളെ, നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജന്മദിന തിരുനാളിന് നമ്മളെല്ലാവരും ഏറ്റവും അടുത്തൊരുങ്ങുന്ന 8 നോമ്പിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ദിനങ്ങളെ കൂടുതൽ ആത്മീയ അനുഗ്രഹമുള്ള ദിവസങ്ങളാക്കുവാൻ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയിരുന്ന സുവിശേഷ പുണ്യങ്ങളെയും അവളുടെ യാത്രാ വഴികളിൽ അവൾ നമുക്കായി ഒരുക്കിയ വിശുദ്ധമായ മാതൃകകളെയും ധ്യാനിച്ചുകൊണ്ട് നമ്മൾ പ്രത്യേക വിധം പരിശുദ്ധ അമ്മയുടെ ജന്മദിനത്തിൽ സമുചിതമായി ഒരുങ്ങുകയാണ്. സ്വർഗത്തിൽ നമുക്കായി ഈശോയുടെ സന്നിധിയിലുള്ള അമ്മ ഈ മണ്ണിലും നമ്മൾ യാത്രകളിൽ തോറ്റുപോകാതിരിക്കാൻ, വഴിതെറ്റിപ്പോകാതിരിക്കാൻ, തളർന്നു പോകാതിരിക്കാൻ, തകർന്നു പോകാതിരിക്കാൻ നമുക്ക് നിരന്തരം കൈനീട്ടി കരം പിടിച്ച് നമ്മളെ വഴി നടത്തുന്ന അമ്മ താൻ യാത്ര ചെയ്ത വഴികളിൽ മക്കളും കണ്ണുറയ്ക്കണമെന്നും അതിലൂടെ സ്വർഗത്തിൽ മക്കളെല്ലാവരും ഉണ്ടാകണമെന്നും അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ യാത്രാ വഴികളെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് ബോധ്യം കിട്ടുന്ന ഒന്നാമത്തെ കാര്യം, അമ്മ യാത്രയുടെ ആരംഭത്തിലും അവസാനത്തിലും ചെയ്ത ഏറ്റവും ഉന്നതമായ ദൗത്യം അമ്മ പരിശുദ്ധാത്മാവിനെ നൽകി എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയാൽ അവർ സ്വർഗത്തിലെത്തുമെന്ന് പരിശുദ്ധ അമ്മയ്ക്ക് അറിയാം എന്നുള്ളതുകൊണ്ടാണ് പിതാവായ ദൈവം പരിശുദ്ധ അമ്മയെ, തൻ്റെ സഭയെ, ഈശോ മിശിഹായാൽ സ്ഥാപിതമായ സഭയെ ഈ ഭൂമിയിൽ അതിൻ്റെ ഉദ്ഘാടനത്തിന് അമ്മയെ അധ്യക്ഷയാക്കിയത്. പ്രിയപ്പെട്ട മക്കളെ, ഈശോയുടെ വാഗ്ദാനം അനുസരിച്ച് നമുക്കൊന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പരിശുദ്ധ അമ്മ അപ്പസ്തോലന്മാരെയും ശിഷ്യ സമൂഹത്തെയും സഹോദരന്മാരെയും സഹോദരിമാരെയും ഒരുപോലെ ക്ഷണിച്ചപ്പം പന്തക്കുസ്ത ഒരുക്കമായി. ആ അമ്മയോട് ചേർന്നുള്ള ഒരുമിച്ചുള്ള പ്രാർത്ഥനയുടെ പൂർത്തീകരണം പന്തക്കുസ്തായുടെ വലിയ അഭിഷേകമായി മാറുകയും തിരുസഭയുടെ പ്രോജ്വലമായ ഉദ്ഘാടനമായി അത് രൂപാന്തരപ്പെടുകയും ചെയ്തു. ഇന്നും പരിശുദ്ധ തിരുസഭ യാത്ര ചെയ്യുന്ന വഴികളിൽ ഏതെങ്കിലുമൊക്കെ വിധത്തിലുള്ള തടസ്സങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ അമ്മയുടെ സഹായം സ്വർഗത്തിൽ നിന്ന് വീണ്ടും നമുക്കായി സ്വർഗം വിളമ്പി തരുന്നതിൻ്റെ കാരണം ഈ അമ്മ വീണ്ടും വന്ന് പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് സജീവമാക്കും. ആത്മാവിൻ്റെ ശക്തി പകർന്നുകൊണ്ട് മാത്രമേ നമ്മുടെ യാത്രകൾ പൂർത്തീകരിക്കുകയുള്ളൂ എന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. കാരണം അമ്മയുടെ ഒരു ചോദ്യമുണ്ടല്ലോ, ഇതെങ്ങനെ സംഭവിക്കും? ആ ചോദ്യത്തിന് സ്വർഗം കൊടുത്ത മനോഹരമായ ഉത്തരം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്നിൽ ആവശ്യിക്കും, ആ ശക്തിയിലൂടെ ആയിരിക്കും നിനക്ക് അസാധ്യമായത് ദൈവം പൂർത്തീകരിക്കുന്നത്. ഈ തിരിച്ചറിവിൽ അമ്മയുടെ ജീവിതം സമർപ്പിക്കപ്പെട്ടതാണ് അമ്മയുടെ ജീവിതത്തിൻ്റെ എല്ലാ നന്മയെന്ന് പ്രിയപ്പെട്ട ഒരമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. ദുർബലരായ എന്നെയും നിങ്ങളെയും സ്വർഗത്തിന് ഉപയോഗിക്കണമെങ്കിൽ നമ്മളിൽ ഓരോരുത്തരിലും സജീവമായി പരിശുദ്ധാത്മാഭിഷേകത്തിന് നിറവുണ്ടാകണമെന്ന് അമ്മയ്ക്ക് അറിയാവുന്നത് കൊണ്ട് അമ്മ ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ പകർന്നു തരാൻ സദാ ഉത്സാഹത്തോടെ നിരന്തരം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നു. പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മൾ പ്രത്യേകമായി ധ്യാനിക്കുന്നത് അമ്മയുടെ യാത്രകളെ അമ്മ എങ്ങനെ ധ്യാനാത്മകമാക്കി എന്നുള്ളതാണ്. അമ്മയുടെ യാത്രകളെല്ലാം നമ്മൾ കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, അവിടെ എല്ലാം അമ്മയ്ക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ: ഈശോയെ പകർന്നു കൊടുക്കുക, ഈശോയെ സംവഹിക്കുക, ഈശോയെ പങ്കുവെക്കുക, ഈശോയിലേക്ക് ദൈവമക്കളെ എത്തിക്കുക. CMI സഭയിലെ നമുക്കെല്ലാവർക്കും പരിചിതനായ ധ്യാനഗുരുവച്ചനാണ് പ്രിയപ്പെട്ട പീറ്റർ കൊച്ചാലിങ്കൽ. അച്ഛൻ ഒരിക്കലും ഞങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ അച്ഛൻ പരിശുദ്ധ അമ്മയുടെ യാത്രകളെ ധ്യാനിച്ചുകൊണ്ട് പങ്കുവെച്ച ചിന്ത ഞാൻ ഈ സമയം കടമെടുത്തുകൊണ്ട് ഈ ഒരു യാത്ര, അമ്മ യാത്ര ചെയ്ത വഴികളിൽ അമ്മ നൽകിയ ആത്മീയ സന്ദേശങ്ങളെ അച്ഛൻ നിയോഗമായിട്ട് ഓർമ്മിപ്പിച്ചു. വളരെ മനോഹരമായിട്ട് തോന്നി. ആ ഒരു ചിന്ത ഈ സമയം നിങ്ങളോടും പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അമ്മയുടെ യാത്രയുടെ ആരംഭവും അവസാനവും പരിശുദ്ധാത്മാവിനെ പകരുന്നതായിരുന്നു. അമ്മയുടെ യാത്ര ആരംഭിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39-ാമത്തെ വചനം. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ളൊരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. എലിസബത്തിൻ്റെ ഭവനത്തിലേക്കുള്ള യാത്രയാണ് അമ്മയുടെ ആദ്യത്തെ യാത്ര. ആ യാത്രയുടെ പ്രത്യേകതകൾ നമുക്കറിയാം. ഈശോയെ ഉദരത്തിൽ വഹിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അമ്മ എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പം അവളുടെ അഭിവാദനം കേട്ട മാത്രയിൽ തന്നെ എലിസബത്തിൻ്റെ ഉദരത്തിലെ കുഞ്ഞും പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറഞ്ഞ് എലിസബത്ത് പ്രവാചികയായിട്ട് മാറി. ഉദരത്തിലെ കുഞ്ഞ് ആത്മാഭിഷേകത്താൽ കുതിച്ചു ചാടി അവനെക്കുറിച്ചുള്ള പ്രവചനം നിറവേറി. കുഞ്ഞുദരത്തിലായിരിക്കുമ്പോഴേ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമെന്ന് സക്കറിയായിക്ക് ദൈവത്തിൻ്റെ ദൂതൻ പകർന്നു കൊടുത്ത പ്രവചനം പൂർത്തീകരിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവർ, പരിശുദ്ധ അമ്മ അടുത്ത് വരുമ്പം തളർന്നു നിൽക്കുന്നവർ പ്രവാചകരാകുന്നു, പ്രവാചികമാരാകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ അമ്മയുടെ സാന്നിധ്യം, എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്ന സാന്നിധ്യത്തെക്കുറിച്ച് അതിൻ്റെ നിയോഗമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്, അമ്മ പറയാണ്, നമ്മുടെ എല്ലാ യാത്രകളും ഈശോയെ പരിചയപ്പെടുത്തുന്നതായിരിക്കണം.
ടു ഇൻട്രൊഡ്യൂസ് ജീസസ്. കർത്താവിനെ പരിചയപ്പെടുത്താതെ നമ്മുടെ യാത്രകൾ ഒന്നും പോകാൻ പാടില്ല. നമ്മളുടെ സാന്നിധ്യം വഴി, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ വാക്കുകൾ വഴി, ഇടപെടലുകൾ വഴി ഈശോ മിശിഹായെ യഥാർത്ഥത്തിൽ നമ്മൾ ലോകത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ടോ എന്ന് നമ്മൾ ഗൗരവപൂർവ്വം ധ്യാനിക്കേണ്ടതാണ്. കർത്താവിൻ്റെ ഏറ്റവും ഉന്നതമായ ദൗത്യമായി ഓരോ മാമോദിസ സ്വീകരിച്ച മകനും മകൾക്കും തന്നിരിക്കുന്നത് ഈശോയെ പരിചയപ്പെടുത്തുക എന്ന ദൗത്യമാണ്. ആ പരിചയപ്പെടുത്തലിന് ഏറ്റവും അനുഗ്രഹദായകമായ വഴി ഈശോ ഉള്ളിലുണ്ടാവുക എന്നുള്ളതാണ്. പ്രസൻസാണ്. ദ തിയോളജി പ്രസൻസ്. പരിശുദ്ധ അമ്മയിൽ അത് നിറഞ്ഞു നിന്നിരുന്നുവെന്ന് ജോൺ പോൾ രണ്ടാമൻ പാപ്പ പരിശുദ്ധ അമ്മയെ ധ്യാനിച്ചുകൊണ്ട് പങ്കുവെക്കുന്നുണ്ട്. വീണ്ടും പ്രിയപ്പെട്ടവരെ, അമ്മയുടെ യാത്ര മുൻപോട്ട് പോകുമ്പം ബെത്ലഹേമിലേക്കുള്ള അമ്മയുടെ യാത്ര നമുക്ക് കാണാൻ പറ്റും. അവിടെ നിയോഗമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ടു ക്യാരി ജീസസ്, ഈശോയെ സംഭവിച്ചുകൊണ്ട് യാത്ര ചെയ്യുക. ഓരോ പരിശുദ്ധ കുർബാന അർപ്പണത്തിനും സ്വീകരണത്തിനും ശേഷം ദൈവമക്കളായ നമ്മൾ യാത്ര പോകുമ്പം നമ്മൾ ഈശോയെ സംവഹിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും സ്വീകരിച്ച നമുക്കും യാത്ര ചെയ്യുന്ന വഴികളിൽ നമ്മളെ കണ്ടുമുട്ടുന്നവർക്കും ഈശോ എന്നിലുണ്ടെന്ന് നിങ്ങളിലുണ്ടെന്ന് പലപ്പോഴും പരിചിതമാകുന്നില്ല എന്നുള്ള ഒരു സങ്കടമുണ്ട്. ഈശോയെ സംവഹിക്കുന്നുള്ള വലിയ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ യാത്ര ചെയ്താൽ നമ്മുടെ വഴികൾക്ക് അസാധാരണമായ അനുഗ്രഹം ഉണ്ടാവും, ലാവണ്യം ഉണ്ടാവും, നമ്മളെ കണ്ടുമുട്ടുന്നവർക്ക് ആശ്വാസം ഉണ്ടാവും. നമ്മൾ സമാധാനത്തിൻ്റെ ഉപകരണങ്ങളായിട്ട് മാറും, അനുരഞ്ജനത്തിൻ്റെ കണ്ണുകളായിട്ട് മാറും. കാരണം ഈശോ ആണല്ലോ നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത്. ആ അനുഗ്രഹം പ്രാപിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ യാത്ര മുൻപോട്ട് പോകുമ്പം നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ സുവിശേഷത്തിൽ, മത്തായിയുടെ സുവിശേഷത്തിൽ ഈജിപ്തിലേക്കൊരു യാത്രയുണ്ട്. രാത്രിയിൽ അവർക്ക് ഔസേപ്പിതാവിന് സ്വപ്നം ഉണ്ടാവുകയാണ്. ഈശോയ്ക്കും മാതാവിനും അപകടം. ആ അപകടം മുന്നറിയിപ്പായിട്ട് കിട്ടിയപ്പം ആ രാത്രി തന്നെ ഔസേപ്പ് മാതാവുമായി ഉണ്ണി മിശിഹായുമായി ഈജിപ്തിലേക്ക് യാത്ര പോവുകയാണ്. പ്രിയപ്പെട്ട, ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ടു കെയർ ജീസസ്, ഈശോയെ നിരന്തരം സംരക്ഷിക്കുക, പരിചരിക്കുക നമ്മുടെ ദൗത്യമാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പാപം മൂലം ഈശോ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. മറ്റ് ചില അനർത്ഥ വഴികളിൽ, ചില സാഹചര്യങ്ങളിൽ കുരുങ്ങിയാൽ, ചില ഗുണം കുറഞ്ഞ, ക്വാളിറ്റി കുറഞ്ഞ സൗഹൃദങ്ങളിൽ കുരുങ്ങിയാൽ ഈശോ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അത്തരം വഴികളിൽ ദൈവനിരന്തരം മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നത് അപകടമാണെന്ന് ഔസേപ്പിതാവും മാതാവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിരന്തരം ഈശോയെ സൂക്ഷിക്കുക, വരപ്രസാദത്തെ സൂക്ഷിക്കുക, വിശുദ്ധിയെ സൂക്ഷിക്കുക, ദൈവമുള്ള ഗാഢബന്ധത്തെ സൂക്ഷിക്കുക. അത് ഏത് ജീവിതാവസ്ഥയിലുള്ള ആളാണെങ്കിലും അത് അത്യന്താപേക്ഷിതമാണെന്നുള്ള സത്യം മാതാവ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. വീണ്ടും അടുത്ത യാത്ര നമുക്കറിയാം, ഉണ്ണീശോയ ദേവാലയത്തിൽ, ജെറുസലേം ദേവാലയത്തിലേക്കുള്ള യാത്രയാണ്. ആ യാത്രയുടെ നിയോഗത്തെക്കുറിച്ച് പരിശുദ്ധ അമ്മ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ടു ഓഫർ ജീസസ്, സമർപ്പിക്കുക. ജീവിതത്തിൽ പൗലോസ്ലീഹ പറയുന്നത് പോലെ എല്ലാം ദാനമായിരിക്കുക, ദാനമല്ലാത്തതുപോലെ അഹങ്കരിക്കാൻ നിനക്കെന്തുണ്ട്? എനിക്കില്ല, നിങ്ങൾക്കില്ല. പ്രിയപ്പെട്ടവരെല്ലാം തമ്പുരാൻ്റെ ദാനം എന്നുള്ള തിരിച്ചറിവോടെ ദൈവമഹത്വത്തിന് കാരണമാകും വിധം ജീവിതത്തിൽ നിരന്തരം സമർപ്പിക്കുന്ന ഒരു ജീവിതമാണെങ്കിൽ, ഒരു ദാനബോധം, ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിരന്തരം നന്ദി അർപ്പിക്കുന്ന ഒരു ആത്മീയ ജീവിതം. കുർബാനയെക്കുറിച്ച് പറയുന്നത് പോലെ കുർബാന എന്ന് പറഞ്ഞാൽ അത് പരിപൂർണമായ നന്ദിയുടെ സ്തോത്രഗീതമാണ്. പ്രിയപ്പെട്ടവർ, ഈ സമയം നമ്മൾ നന്ദിയോടുകൂടി യാത്ര ചെയ്യാനുള്ള ഒരു ആത്മീയ തീരുമാനം പരിശുദ്ധ അമ്മ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വീണ്ടും പ്രിയപ്പെട്ടവരെ, അമ്മയുടെ യാത്ര മുമ്പോട്ട് പോകുമ്പം നമുക്കറിയാം 12-ാം വയസ്സിൽ ജെറുസലേം ദേവാലയത്തിൽ ഈശോയെ നഷ്ടമാകുന്ന ആ ഒരു യാത്ര, അതമ്മയ്ക്ക് ഏറ്റവും വേദനാജനകമായ ഒരു യാത്രയായിരുന്നു. കാരണം ഈശോയെ അവർക്ക് നഷ്ടമായി, എല്ലാമായി ഈശോയെ നഷ്ടമായപ്പം അമ്മ മക്കളോട് പറയും ടു സെർച്ച് ജീസസ്. ജീവിതത്തിൻ്റെ ചില വഴികളിൽ നമുക്ക് ദൈവത്തെ നഷ്ടപ്പെടാം, പാപം മൂലം, നമ്മുടെ മാനുഷികമായ അശ്രദ്ധകൾ മൂലം. ആത്മീയ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രയാസമായിട്ട് അത് മാറാം. പക്ഷേ പ്രിയപ്പെട്ടവരെ, അമ്മ പറയാണ്, നഷ്ടപ്പെട്ടതോർത്ത് ഖേദം പ്രകടിപ്പിച്ച് കുറ്റബോധത്തിൽ നിരാശയിൽ ആണ്ടുപോകാതെ തിരിച്ചു നടക്കുക. കർത്താവിനെ കണ്ടെത്താൻ പറ്റും. വീണ്ടും അന്വേഷിക്കുക. ഗൗരവമായ അന്വേഷണമുള്ള ജീവിതങ്ങൾക്ക് കർത്താവിനെ നിരന്തരം കണ്ടുകിട്ടും. പ്രിയപ്പെട്ട, ആത്മീയ ജീവിതം എന്നാൽ വീണ്ടും വീണ്ടും എഴുന്നേൽക്കൽ തന്നെയാണ്. കാരണം നിങ്ങളുടെയൊക്കെ അവസ്ഥകളിൽ വീണ്ടും 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 പോകാനുള്ള മാനുഷിക സാധ്യതകളുണ്ട്. പക്ഷേ വീണ്ടും എഴുന്നേൽക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ, വിശ്വാസമുണ്ടെങ്കിൽ, തമ്പുരാൻ്റെ സാന്നിധ്യം നമുക്ക് വീണ്ടും പ്രകടമായി ലഭിക്കുമെന്ന്, കർത്താവിനെ വീണ്ടും കിട്ടുമെന്ന്, കർത്താവ് നമ്മളെ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് പരിശുദ്ധ അമ്മ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും യാത്ര മുൻപോട്ട് പോകുമ്പം കാനായിലേക്കുള്ള യാത്ര, കാനായിൽ അമ്മ പറയുന്നത് ടു ഹെൽപ്പ് ജീസസ്, ഈശോയെ സഹായിക്കണം. സുവിശേഷകരായ, ശുശ്രൂഷകരായ, ജീവിതാവസ്ഥകളിൽ കർത്താവിനെ സ്വന്തമാക്കിയ നമ്മളെല്ലാവരും മനസ്സിലാക്കണം, ഈശോയെ സഹായിക്കുക. പരിശുദ്ധ അമ്മ കാനായിലെ കല്യാണ വീട്ടിൽ ശുശ്രൂഷയ്ക്ക് ഇറങ്ങാൻ കർത്താവിനെ നിർബന്ധിക്കുമ്പോൾ, പാവപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ കണ്ണുനീരിൽ ഈശോ ഇടപെടാൻ അമ്മ നിർബന്ധിക്കുമ്പോൾ നമ്മളോടും
ഈശോയും മാതാവ് ഒന്നിച്ച് പറയുന്നുണ്ട്. പാവപ്പെട്ടവൻ്റെ കണ്ണുനീരിൽ ഈശോയെ വിളിച്ചാൽ അവളുടെ ജീവിതത്തിലേക്ക് നീ മൂലം ഞാൻ ഇടപെടും. മധ്യസ്ഥ പ്രാർത്ഥനയുടെയൊക്കെ ഒരു മനോഹാരിത ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവമക്കൾക്ക് വേണ്ടി പരസ്പരം പ്രാർത്ഥിക്കാനുള്ള കടമ. മോശ കരം വിരിച്ചപ്പം ഇസ്രായേൽ ജയിച്ചുകൊണ്ടിരുന്നോ നമ്മൾ അറിയുന്നുണ്ട്. ദാനിയേൽ 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പം ദൈവജനത്തിൻ്റെ തടസ്സം മാറുന്ന മാലാഖയെ ദൈവം അയക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പത്രോസ് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പം ദൈവജനം കണ്ണുനീരോടെ ജാഗ്രത ഇരുന്നപ്പം അവർക്ക് വേണ്ടി അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി പത്രോസിനെ ആർക്കും പുറത്തു കൊണ്ടുവരാൻ കഴിവില്ലാത്ത പത്രോസിൻ്റെ കാരാഗ്രഹവാതിലുകൾ ദൈവം തമ്പുരാൻ തന്നെ തുറന്നതായി, ഇരുമ്പ് കവാടങ്ങൾ വരെ തനിയെ തുറക്കപ്പെടുന്നതായി നമ്മൾ കാണുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് അത്രമേൽ ശക്തിയുണ്ട്. ഈശോയോട് പറഞ്ഞാൽ ദൈവമക്കളുടെ ജീവിതങ്ങളിൽ ഇനിയും ഏറെ വ്യത്യാസം വരുത്തുമെന്ന് വിശുദ്ധർ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. കൊച്ചുദ്രസ്യ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ചാവറപിതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് അസാധാരണമായ ദൈവിക ശക്തിയെ പകരാനുള്ള കഴിവുണ്ടെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. വീണ്ടും നമ്മുടെ യാത്ര മുൻപോട്ട് പോകുമ്പം ആത്മീയത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു ആത്മീയ യാഥാർത്ഥ്യം അമ്മ പറഞ്ഞു തരുന്നത് ജനക്കൂട്ടത്തിനിടയിലേക്ക് ഈശോയെ തേടിയുള്ള യാത്രയാണ്. അവിടെ അമ്മ പറയും നിയോഗമായിട്ട് കാത്തിരിക്കുക, ടു വെയിറ്റ്. പ്രിയപ്പെട്ടവർ, നമ്മൾ തോറ്റുപോകുന്ന സ്ഥലം അത്. പ്രാർത്ഥിച്ചിട്ട് ഫലം എന്തിയേ? പ്രാർത്ഥിച്ചിട്ട് എന്തേ എനിക്കിങ്ങനെ? പ്രാർത്ഥിച്ചിട്ട് എന്താ കുഞ്ഞ് ശരിയാകാത്തത്? പ്രാർത്ഥിച്ചിട്ട് എന്താ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരു വളർച്ചയില്ലാത്തത്? പ്രാർത്ഥിച്ചിട്ട് എന്താ ഇങ്ങനെ മുരടിച്ചിരിക്കുന്നത്? ആ ഒരു ചോദ്യത്തിനൊക്കെയുള്ള ഉത്തരമാണ് പരിശുദ്ധ അമ്മ പറയുന്നത്. നിരന്തരം കർത്താവിനെ കാത്തിരിക്കുക. നിശബ്ദതയിലും ദൈവത്തെ ഉപേക്ഷിക്കാത്തവരാണ് രക്ഷാചരിത്രത്തിലെ ഏറ്റവും വില കൂടിയവർ. പ്രിയപ്പെട്ടവരെ, മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ബർത്തിമീസ് എന്ന അന്ധയാചകൻ ഈശോയുടെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് വീണ്ടും 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 നിലവിളിച്ചുകൊണ്ട് ഈശോയെ ദാവീദിൻ്റെ പുത്രാന്ന് വിളിച്ചപ്പോൾ ഈശോ നിന്നു. ഇത് നമുക്ക് ആത്മീയ ജീവിതത്തിൻ്റെ വലിയൊരു മാതൃകയാണ്. പ്രിയപ്പെട്ടവരെ, വഴികളിൽ പ്രാർത്ഥനയിൽ മടുപ്പ് വരുമ്പം, തളർച്ച വരുമ്പം, പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാതെ വരുമ്പം, ദൈവദർശനിൽ വിശ്വസ്തത കാത്തു സൂക്ഷിച്ചിട്ടും ജീവിതത്തിൻ്റെ വഴിത്താരുകളിൽ നല്ലത് കിട്ടാതെയൊക്കെ വരുന്ന സങ്കടങ്ങളുണ്ടാവുമ്പം ദൈവം ഉപേക്ഷിച്ചതല്ല, കൂടുതൽ മെച്ചപ്പെട്ടത് നിനക്ക് വേണ്ടി ഒരുക്കുന്നതാണെന്നുള്ള ശക്തമായ തിരിച്ചറിവിൻ്റെ അവബോധം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. വീണ്ടും യാത്രയുടെ അവസാനം കാൽവരിയിലേക്കുള്ള യാത്ര. ആ യാത്രയെക്കുറിച്ച് പരിശുദ്ധ അമ്മ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ടു ഫോളോ ജീസസ്. ഈശോയെ പിന്തുടരുക, ഈശോയെ നിരന്തരം പിൻചെല്ലുക, കുരിശിനെ ഉപേക്ഷിക്കാതിരിക്കുക, മരണത്തിൽ ഉപേക്ഷിക്കാതിരിക്കുക. സാക്ഷികളായി, രക്തസാക്ഷികളായി അപ്പസ്തോലന്മാർ വളർന്നതിന് പിന്നിൽ പ്രിയപ്പെട്ടവരെ കുരിശിലേക്ക് നോക്കാൻ അമ്മ അവർക്ക് പ്രേരണ കൊടുത്തതിൻ്റെ സൂചന ഉണ്ടാകണം. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പം സാക്ഷികളാകാൻ, രക്തസാക്ഷികളാകാൻ ഒരിക്കൽ കുരിശിനെ ഉപേക്ഷിച്ച് ഓടിയവർക്ക് സാധിച്ചുവെങ്കിൽ ഇന്ന് ദുർബലരായ എനിക്കും നിങ്ങൾക്കും കുരിശിനെ ഉപേക്ഷിക്കാതെ മുമ്പോട്ട് പോകാൻ പരിശുദ്ധ അമ്മ സഹായം തരുന്നത് പ്രിയപ്പെട്ടവരെ ആത്മാവിൻ്റെ അഭിഷേകത്താൽ നമ്മൾ പൂരിതരായാൽ, കുരിശിനെ ഉപേക്ഷിക്കാതെ, സഹനത്തിന് മൂല്യമുണ്ടെന്ന്, ജീവിതത്തിൻ്റെ യാത്രകളിൽ ദൈവം നിശബ്ദനായാലും ദൈവം വിശ്വസ്തനാണെന്നുള്ള വലിയൊരു തിരിച്ചറിവിൻ്റെ അനുഗ്രഹം ഓർമ്മിപ്പിച്ചുകൊണ്ട് അമ്മ പറയുകയാണ്, പ്രിയപ്പെട്ട മക്കളെ, കുരിശിൽ കാൽവരിയിൽ ഈശോയുടെ ആദ്യത്തെ ബലി സമർപ്പണത്തിൽ ഞാൻ പരിപൂർണമായിട്ട് സഹകാരിണിയായതാണ് ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് കാരണമായത്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ മനോഹരമായൊരു വാക്യം കിടപ്പുണ്ട്. യേശുവിൻ്റെ കുരിശിനരികെ അമ്മയായ മേരി നിൽക്കുന്നുണ്ടായിരുന്നു. നിൽക്കാനുള്ള വിശ്വാസം. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല എന്ന് പ്രവചനം ഉണ്ടായിട്ടും അവൻ പരിപൂർണമായി നഗ്നനായി, അപമാനിതനായി, അവഹേളിതനായി കുരിശിൽ മരിക്കുമ്പം തൻ്റെ മുമ്പിൽ നൽകപ്പെട്ട വാഗ്ദാനങ്ങളെല്ലാം പിൻവലിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള സങ്കടത്തിലേക്ക് കൂപ്പുകുത്തി വീഴാതെ, നിരാശയിൽ ആണ്ടുപോകാതെ, തകർന്നു പോകാതെ അമ്മ നിന്നു. ദൈവത്തിന് അതിനപ്പുറത്തേക്ക്, മരണത്തിനപ്പുറത്തേക്ക് തൻ്റെ പ്രിയപ്പെട്ട പുത്രനെ മടക്കിക്കൊണ്ടുവരാനുള്ള കഴിവുണ്ടെന്ന് അമ്മ വിശ്വസിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്നീ ഭൂമിയിൽ നമുക്ക് മുമ്പിൽ അടയപ്പെടുന്ന വാതിലുകൾ പലത് വരുമ്പം അടഞ്ഞു പോകരുത്. ജീവിതം തളർന്നു പോകരുത്, തകർന്നു പോകരുത്. വിശ്വാസിയുടെ തീർത്ഥാടന വഴിയിൽ ഉത്ഥാനത്തെ പ്രത്യാശയോടെ കാക്കുന്ന ക്രിസ്ത്യാനിയുടെ ഹൃദയത്തിൽ പരിശുദ്ധ അമ്മയുടെ തിരുമുഖം തെളിയണം. പരിശുദ്ധ അമ്മ മക്കളെ പന്തക്കുസ്തായുടെ വിശുദ്ധ വഴിയിലേക്ക് യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പം ഒരു പുത്തൻ പന്തക്കുസ്ത അനുഭവത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ തളർന്ന ജീവിതങ്ങൾക്ക്, നമ്മുടെ ഈ കാലഘട്ടത്തിന് പ്രത്യേക പ്രയാസങ്ങൾക്ക് പരിഹാരമാകുവാൻ ഒരു പുത്തൻ പന്തക്കുസ്ത ഞങ്ങൾക്ക് തരണമേ അമ്മേന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ ജന്മദിനത്തിനായി നമുക്ക് ഒത്തിരി സ്നേഹത്തോടെ ഒരുങ്ങാം. അമ്മ സ്വർഗത്തിൽ നിന്ന് മക്കളിലേക്ക് സ്വർഗീയ കൃപകളും അനുഗ്രഹങ്ങളും വർഷിച്ചുകൊണ്ട് ഈ ജന്മദിനത്തിൽ നമുക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും വർഷിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.